നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്കെല്ലാം പാർട്ടികൾ കടക്കുകയാണ്. CPI ഉൾപ്പെടെ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കുന്നു. ഇപ്പോൾ CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള KE ഇസ്മായിലാണ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നത്. സഖാവേ, വീണ്ടും കേരളത്തിൽ ഒരു ഇടതു ഭരണം വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്? തീർച്ചയായും ഉണ്ട്. ഇടതു ഭരണം തന്നെയാണ് വരിക. കാരണം ഇടതു ഭരണം വരാതിരിക്കാൻ തക്ക ഒരു കാരണവും കാണുന്നില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിലൊരു ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്ന വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുകയും പിന്നെ അത് കാറ്റത്ത് പറപ്പിക്കുകയും ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് എന്താണ് ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി, ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് എന്നതൊക്കെ അതാത് സമയങ്ങളിൽ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇത്തവണ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ അത് ഇത്തവണ ഇടതുപക്ഷത്തിനുണ്ടാവില്ല. ഇതിന് കാരണമായി അവർ പറയുന്നത് AK ബാലനും അതുപോലെ തന്നെ സജി ചെറിയാനൊക്കെ തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഒന്നോ രണ്ടോ വ്യക്തികൾ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം നടത്തുന്നു എന്നതുകൊണ്ട് അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമായിട്ട് വരുന്നില്ല, മാറുന്നില്ല. അവരൊന്നും അതിൻ്റെ പ്രധാന വക്താവുമില്ല. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനും അപ്പോൾ തന്നെ ആ പാർട്ടിയിലെയും മുന്നണിയിലെയും ആളുകൾ തയ്യാറായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. അതുകൊണ്ടൊന്നും മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവനും വോട്ട് അതുകൊണ്ട് കിട്ടില്ല എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ല. അതൊക്കെ ആഗ്രഹപ്രകടനങ്ങളാണ്. അതുകൊണ്ട് എക്കാലവും മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മുന്നണി ഇടതുപക്ഷ മുന്നണിയാണ്. കാരണം ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ ഒരു സംഘർഷം പോലും, ഒരു വർഗീയതയുടെ പേരിൽ ഒരു സംഘർഷം പോലും കേരളത്തിലുണ്ടായിട്ടില്ല. അതുണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. അതൊക്കെ നന്നായിട്ടറിയാവുന്ന വിഭാഗം മുസ്ലിമാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ നടക്കുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഡൽഹി മുതൽക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് മേഖലകളിലും ഒക്കെ നടക്കുന്നവർ കാണുന്നുണ്ട്. അവിടെയൊന്നും മുസ്ലിം ഒരു ദിവസം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല, മനസ്സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്നില്ല. അത്തരം ഒരവസ്ഥയിൽ കേരളത്തിലാണെങ്കിൽ 10 കൊല്ലക്കാലമായി ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സമാധാനത്തോട് അന്തിയിറങ്ങാനും ജീവിക്കാനും കഴിയണമെങ്കിൽ കേരളത്തിൽ വരണമെന്ന് ഒരു ചിന്ത ജനങ്ങൾക്ക് വളർന്നു വരുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല. മുസ്ലിം സമുദായം ഇടതുപക്ഷ മുന്നണിയെ കൈവിടുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഈ 110 സീറ്റിലെ വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷ്യം എന്നുള്ളൊരു പരിപാടിയൊക്കെ നടത്തിയിട്ടാണ് അവർ ആ 110 സീറ്റിൽ വിജയിക്കുമെന്നൊരു ഉറപ്പ്, ഒരു പ്രതീക്ഷ അവർ പറയുന്നത്. ആഗ്രഹത്തിന് അതിരില്ലല്ലോ. ആഗ്രഹം പറയുകയാണെങ്കിൽ ഇപ്പം ഇതിനെ 110 നിർത്തുന്നത് 140 മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയണ്ടേ? അപ്പോൾ പിന്നെ കുറച്ച് മണ്ഡലങ്ങൾ ഒഴിവാക്കിയിടുന്നുണ്ടല്ലോ. അതേതാണ്, ഏത് മണ്ഡലങ്ങളാണ്? അപ്പോൾ അതൊക്കെ വെറും ആഗ്രഹപ്രകടനങ്ങളാണ്. അവർ സത്യത്തിൽ പറഞ്ഞാൽ അവർ ഈ ഞണ്ടിനെ പിടിച്ച് ഒരു പാത്രത്തിലാക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ പോലെയാണ്. ആരെയും വളരാൻ സമ്മതിക്കില്ല, ആരെയും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഞണ്ടിനെ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കണ്ട. ഒരു ഞണ്ട് പതുക്കെ കയറി പോകുമ്പോൾ മറ്റൊരു ഞണ്ട് പിടിച്ച് താഴെയിടും. ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ അനുഭവം നോക്കിയാൽ മുഴുവൻ കാണാവുന്നതാണ്. അവർ ആരാ ശരിക്കുള്ള ഒരു പാർട്ടി അതോറിറ്റി ആരാണ്, കേരളത്തിലെ നേതാവ് ആരാണ്? അങ്ങനെ ധൈര്യമായിട്ട് അവർക്ക് പറയാൻ കഴിയുമോ? പറഞ്ഞാൽ അപ്പോൾ അതിനെതിരായിട്ടുള്ള വർത്തമാനം അതിൻ്റെ അകത്ത് തന്നെ പുറത്ത് വരും. പാർട്ടിയിലൊരു ലീഡർ വേണം. അത് തെറ്റായാലും ശരിയായാലും ആ പാർട്ടി ലീഡർ പറയുന്നത് തത്വത്തിൽ അംഗീകരിക്കണം. പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ വിമർശിച്ചോട്ടെ, തെറ്റിദ്ധരിക്കോട്ടെ. അപ്പോൾ അതില്ല പാർട്ടിയിൽ. അങ്ങനെ ഉറച്ച ഒരു നിലപാടെടുക്കുന്നൊരു പാർട്ടിയാണ്. ആ കൂടി അതിൽ ഒരു ശക്തമായി നിൽക്കുന്നൊരു പാർട്ടി പറഞ്ഞാൽ ലീഗാണ്. ലീഗിൻ്റെ പിൻബലം കൊണ്ടാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നൊക്കെ പറയുന്നത് ദിവാസ്വപ്നമാണ്, നടക്കാനേ പോകുന്നില്ല. CPIയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ CPI കാലങ്ങളായിട്ട് ഒരു ടേം വ്യവസ്ഥ പാലിച്ചു വന്നിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത്തവണ ഒരു വിജയസാധ്യതയെല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ടേം വ്യവസ്ഥ ഇനി CPIക്കകത്ത് വേണ്ട, വിജയസാധ്യതയുള്ള ആളുകൾക്ക് എല്ലാം രണ്ടാമതും മൂന്നാമതും എല്ലാം മത്സരിക്കാൻ ഒരു അവസരം നൽകുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനമുണ്ട്. അങ്ങനെ ടേം വ്യവസ്ഥ മാറ്റിവെക്കുന്നത് പാർട്ടിക്ക് മുന്നണിക്ക് ഗുണം ചെയ്യുന്നതായിരുന്നു. ഞങ്ങൾ 2 ടേം എന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമാണെങ്കിൽ ഒരു ടേം കൂടി അവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം തത്വത്തിൽ നിന്നും അത് വ്യതിചലിക്കുന്നില്ല.
എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്ന ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ നേരത്തെ മത്സരിച്ചിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ് എന്ന ഒരു നിലയുണ്ടെങ്കിൽ, പരിശോധിച്ചൊരു നിലയുണ്ടെങ്കിൽ അതിന് ഈ നമ്മുടെ ടേം വ്യവസ്ഥയുണ്ടെന്ന് ഒരൊറ്റ കാരണം കൊണ്ട് മാറ്റേണ്ടതില്ല എന്നേ തീരുമാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് വിജയസാധ്യതയാണ് പ്രധാനമായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുക. ഏത് പാർട്ടിയും ലക്ഷ്യം വയ്ക്കുന്നതായിരിക്കും, ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതായിരിക്കും. ഈ ലഭിക്കാത്ത സീറ്റുകളിലേക്ക് മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറക്കുക, ആ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ VS സുനിൽകുമാറെ തന്നെ അത്തരത്തിലുള്ള സീറ്റുകളിലേക്കാണ് പരിഗണിക്കാനുള്ള ഒരു തീരുമാനമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അത് ഗുണം ചെയ്യുന്നതായിരുന്നു. പല സന്ദർഭങ്ങളിലും അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ ഒരു പ്രധാന നേതാവിനെ തന്നെ ഫൈറ്റ് ചെയ്യാൻ നിർത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഒരു അഭിപ്രായം വളർന്നു വരും. ഇവരവിടെ സീരിയസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും അതിനനുസരിച്ച് പ്രതികരിക്കണം എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചില മണ്ഡലങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, CPI ആണെങ്കിലും ശരി അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും പരീക്ഷിച്ച് നോക്കിക്കൂടായികയില്ല. സഖാവൊക്കെ മത്സരിച്ചിരുന്ന പട്ടാമ്പി മണ്ഡലം അവിടെ കഴിഞ്ഞ് 2 തവണയായിട്ടാണ് LDF, സഖാവിന് ശേഷം ഒരു 3 തവണ കോൺഗ്രസ് നേടിയിരുന്ന മണ്ഡലം പിന്നീട് മൂസിനിലൂടെയാണ് LDF നേടിയെടുക്കുന്നത്. അവിടെ ഇത്തവണ വീണ്ടും മൂസിനെ മത്സരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാക്കുന്ന പറയപ്പെടുന്നു. ഒരു പക്ഷേ അത് നേതൃത്വമായി മൂസിനുണ്ടായിരുന്ന ഒരു അകലം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. മൂസിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് ആ മണ്ഡലത്തിൽ ഗുണകരമാവുമോ, അതല്ലെങ്കിൽ വേറെ ആളെ മത്സരിപ്പിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്? പട്ടാമ്പിയുടെ ഒരു പൊതു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കൂടുതൽ ജനവിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് മൗസും തന്നെ ഒരു തവണ കൂടി നിൽക്കണമെന്നുള്ളതാണ്. പിന്നെ ആര് മത്സരിക്കുമ്പോഴും ഒരു ചെറിയ വിഭാഗം അതിനകത്തുണ്ടാവും. സ്ഥാനാർത്ഥിയാവാൻ മോഹിക്കുന്നവർ, ഇനി സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടേതായ ചെറിയ വിഭാഗങ്ങൾ ചെറിയ എതിർപ്പുകൾ സംഘടിപ്പിക്കുക. ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, ഏത് പാർട്ടിയിലുണ്ട്. അതുപോലെയൊക്കെ ഉണ്ടാകുന്നല്ലാതെ അവിടെ ഇപ്പോൾ നിലവിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതു ആളുകൾക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി മൗസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇന്നലെ അവിടെ ഒരു പരിപാടിക്ക് പോയിരുന്നു, എനിക്ക് തോന്നിയത് അതാണ്. ഈ മണ്ണാർക്കാട് ഒരു ജനകീയനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ ജയിക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ ദിവസം CPMൻ്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കഴിഞ്ഞ തവണകളൊക്കെ ഞങ്ങളവിടെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. മണ്ണാർക്കാട് ഈ പ്രാവശ്യം ഞങ്ങളുടെ കൈവിട്ട് പോകരുത് എന്നെ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയ നല്ല മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇറക്കും. മണ്ണാർക്കാട് മണ്ഡലം പിടിക്കും, യാതൊരു സംശയമില്ല. ആരാണെന്നുള്ള പ്രഖ്യാപനം ഞാനത് പറയാറായില്ലല്ലോ, ആലോചിച്ച് വരുന്നില്ലുള്ളൂ. സ്ഥാനാർത്ഥി ചർച്ച തന്നെ പാർട്ടി ആലോചിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ മുഖ്യധാരയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തീരെ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ മണ്ണാർക്കാട് മണ്ഡലം ഇനിയും പാർട്ടിക്ക് നഷ്ടപ്പെടരുത്, മുന്നണിക്ക് നഷ്ടപ്പെടരുത് എന്ന് മുന്നണിയിലെ ഘടകകക്ഷികളും ആഗ്രഹിക്കുന്നുണ്ട്, CPIയും ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് അതിന് പറ്റിയ സ്ഥാനാർത്ഥി എന്തായാലും വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് കനത്ത തിരിച്ചടിയാണെന്ന് നേതാക്കളെല്ലാം സമ്മതിക്കുന്നുണ്ട്. CPI ചില കാര്യങ്ങൾ CPMനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ചും PM ശ്രീ പദ്ധതി പോലുള്ള പദ്ധതികൾ അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിന് പകരം പുറത്ത് പരസ്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അത് CPMന് സർക്കാരിനെല്ലാം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ചിത്രം അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് കരുതുന്നുണ്ടോ? CPIയുടെ ഈ തുറന്നു പറഞ്ഞ ഇതിനു മുമ്പും ഏത് സമയത്തും മുന്നണി രാഷ്ട്രീയത്തിൽ ഐക്യവും സമരവുമുണ്ട്. യോജിച്ച് മുന്നണിക്കകത്ത് പാർട്ടി ടു പാർട്ടി സംസാരിക്കേണ്ട കാര്യങ്ങൾ അത് പറയും. അത് പറഞ്ഞിട്ട് അത് ബോധ്യമാകുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് നിലപാടെടുക്കുന്നില്ല എങ്കിൽ പരസ്യമായിട്ട് പറയുന്ന ഘട്ടങ്ങളിൽ പരസ്യമായിട്ട് പറയും. ഏതായാലും മുന്നണിയിൽ നിന്ന് ഒരു അലോസരമുണ്ടാക്കി പുറത്തു പോകുന്ന അവസ്ഥയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകില്ല. അതുകൊണ്ട് അത്തരം 1-2 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പരം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടത് തിരുത്തിയിട്ടുണ്ട്. അതൊന്നും രാജ്യത്ത് ജനങ്ങൾക്കൊട്ടൻ്റെ ഇടയിൽ ഒട്ടാകെ വലിയ അവമതിപ്പുണ്ടാക്കിയെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടി പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിന് CPIയും CPMും ഞങ്ങളുടെ മുന്നണി കക്ഷികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ധാരാളം വീടുകൾ കയറിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യും. അതുകൊണ്ട് അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ആ ഭവന സന്ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഒരു പൊതുവായിട്ടുള്ള നിലപാട്. ഇപ്പോൾ സഖാവ് പറഞ്ഞ പോലെ തന്നെ 3ാം ഭരണം വരുമെന്ന് സഖാവ് ഒരു പ്രതീക്ഷ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നയിക്കാൻ മുന്നിൽ പിണറായി തന്നെ വേണം ഒരാഗ്രഹം സഖാവിനുള്ളിലുണ്ടോ? ഇപ്പോൾ 2 ടേം
നല്ല ഫലപ്രദമായി ഈ മുന്നണിയെ മുന്നോട്ട് നയിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ധീരനായ ഒരു നേതാവാണ്, കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരാളാണ്, പ്രാപ്തിയുള്ള ഒരാളാണ് എന്ന ഒരു പൊതു അഭിപ്രായമുണ്ട്. അത്രയും സാഹചര്യത്തിൽ എന്തിനാണ് മുന്നണിയെ ഈ പിണറായിയെ മാറ്റി വേറെ ആളെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്? വരികയാണെങ്കിൽ അപ്പോൾ വന്നോട്ടെ. ഇപ്പോൾ പിണറായി വിജയനാണ് അതിന് സൂട്ടബിളായിട്ടുള്ള ഒരു ലീഡർ, സംശയമൊന്നുമില്ല. ഈ പല സി പി ഐയുടെ സമ്മേളനങ്ങളും സി പി ഐയുടെ യോഗങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ചർച്ച വരുന്നത്, ആ യോഗങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് സി പി ഐയുടെ വകുപ്പുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു വിഹിതം മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സി പി ഐക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണ് പലപ്പോഴും ഉണ്ടാകുന്ന സർക്കാരിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇത്തവണ വല്ല വകുപ്പ് മാറ്റം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ചയോ എന്തെങ്കിലും മുന്നണിക്കകത്തുണ്ടാവും? ഇല്ല, ഇപ്പൊന്നും അങ്ങനെയുള്ള ഒരു യാതൊരു ചർച്ചയില്ല. ഇപ്പം എല്ലാവരും കൂടി യോജിച്ചു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ഇടതുപക്ഷ മുന്നണിയെ നല്ല വിജയത്തിലേക്ക് എത്തിക്കുക. അതിനുശേഷം പിന്നെ വരുമ്പോഴല്ലേ വകുപ്പ് മാറ്റത്തിൻ്റെ കാര്യമൊക്കെ വരുന്നുള്ളൂ. മറ്റതൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. സി പി ഐയുടെ വകുപ്പുകളെ ബോധപൂർവം തടയുന്നു, ഒരു വേണ്ട വിധം ഫണ്ട് കൊടുക്കുന്നില്ല. അതൊക്കെ ചെറിയ എതിരാളികൾ പ്രചരിപ്പിക്കുന്നു, അത് ചിലർ ഏറ്റുപിടിക്കുന്നു, ചാനലുകൾ കുറച്ചുകൂടി അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ നാട്ടിൽ വാർത്തയാക്കുന്നതല്ലാതെ അപ്പോൾ ഏത് വകുപ്പ് ക്ഷീണിച്ചാലും അതിൻ്റെ മൊത്തത്തിൽ ക്ഷീണമുണ്ടാകുന്നത് മുന്നണിക്കാണ്, LDFനാണ്. അത് അതിൻ്റെ ലീഡർ പിണറായി വിജയനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പാടില്ലല്ലോ, ഉണ്ടാവില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.